ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പഠനവൈകല്യവുമായി ബന്ധപ്പെട്ട് LP-UPക്ക് സ്ഥിരമായ ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. വളരെ കുറച്ച് ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഒരു മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയോ ഉള്ള തകരാറിനെയാണ് എന്ത് പറയുന്നത്? പഠന വൈകല്യം എന്ന് പൊതുവെ പറയുന്നത്. അപ്പം ജനിതക സംബന്ധമായ ഒരു പ്രശ്നമാണ് ഈ പൊതുവെ എന്താണ് പഠന വൈകല്യം. പഠന വൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകങ്ങൾ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? പാരമ്പര്യമായ ഘടകങ്ങളാണ്. പാരമ്പര്യമായ ഘടകങ്ങൾ പഠന വൈകല്യത്തിന് വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം മൂലം സംഭവിക്കുന്നതും പഠന വൈകല്യമായി വരാവുന്നതാണ്. അപ്പം പഠന വൈകല്യങ്ങളെ പ്രധാനമായി എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വായനാ വൈകല്യം, ലേഖന വൈകല്യം, ഗണിത വൈകല്യം, സംസാര ഭാഷ അപഗ്രഥന വൈകല്യം. ഇങ്ങനെ 4 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. പൊതുവേ നമുക്ക് ഈ പഠന വൈകല്യത്തിന് ഒരു നിർവചനം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഭാഷ കേട്ട് മനസ്സിലാക്കാനും പറയുവാനും വായിക്കുവാനും എഴുതുവാനും കണക്ക് കൂട്ടുവാനുള്ള ശേഷികൾ നേടുന്നതിനും ഉപയോഗിക്കുന്നതിനും കാര്യകാരണങ്ങളും വിചിന്തനത്തിനായും വരുന്ന ഗൗരവമായ വിഷമതകളുടെ രൂപത്തിൽ അനുഭവപ്പെടുന്ന ഒരു കൂട്ടം വ്യത്യസ്ത വൈകല്യങ്ങളെയാണ് പൊതുവെ എന്തിന് പേരിൽ അറിയപ്പെടുന്നത്? പഠന വൈകല്യം എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാവുന്നത് എന്താണ്? വായനാ വൈകല്യം. ആദ്യം നമ്മൾ നോക്കുന്നത് ഏതാണ്? വായനാ വൈകല്യം. വായനാ വൈകല്യം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ് ഡിസ്ലെക്സിയ എന്ന പേരിൽ അറിയപ്പെടും, അല്ലെങ്കിൽ എന്താണ്? റീഡിങ് ഡിസോർഡർ. അപ്പം താഴെ പറയുന്നവയിൽ ഒരു കുട്ടിക്ക് എന്താണ്? വായിക്കുവാനായി എന്താണ്? അക്ഷരങ്ങളിൽ എന്താണ്? ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എന്നാൽ അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഏതാണ്? ഡിസ്ലെക്സിയ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. അക്ഷരങ്ങളുടെ ചിഹ്നവും ശബ്ദവും മാറിപ്പോവുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അക്ഷരങ്ങളുടെ ചിഹ്നവും ശബ്ദവും മാറിപ്പോവുക. അതുപോലെ തന്നെ അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയാതിരിക്കുക. അർത്ഥബോധത്തോടെ എന്താണ്? വായിക്കാൻ കഴിയാതിരിക്കുക. അതുപോലെ വാക്കുകളോ വരികളോ തന്നെയോ എന്ത് ചെയ്യുക? വിട്ടു പോവുക. ഇതുമായി ബന്ധപ്പെട്ടതാണ് അക്ഷരങ്ങൾ മാറിപ്പോകുന്നത്. അക്ഷരങ്ങൾ എന്താണ്? ഇപ്പം ഇപ്പയായിട്ട് കാണുന്നത് വായിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് നമ്മൾ വായിക്കുന്ന അക്ഷരങ്ങളൊക്കെ എന്താണ്? പരസ്പരം മാറിപ്പോകുന്നതും ഇതെല്ലാം എന്താണ്? വായനാ വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാതെ വാക്കുകൾ ചേർത്ത് വായിക്കുക എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഇല്ലാത്ത വാക്കുകൾ ഇപ്പം നമ്മൾ ഇപ്പ ഒരു വാക്ക് നമ്മളിപ്പം കണ്ട് അതെന്താണ്? 2 വാക്കുകളായിട്ടായിരിക്കും പൊതുവെ എഴുതിയിട്ടുള്ളത്. അത് പരസ്പരം ചേർത്ത് വായിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ തപ്പിത്തടഞ്ഞുള്ള വായന, നേരെ എന്താണ്? ശരിയായ രീതിയിൽ വായിക്കാതിരിക്കുന്നതും ഡിസ്ലെക്സിയയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് എന്താണ്? ലേഖന വൈകല്യമാണ്. ലേഖന വൈകല്യം പൊതുവെ അറിയപ്പെടുന്നത് ഡിസ്ഗ്രാഫിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് എന്താണ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ. ലേഖന വൈകല്യം എന്താണ്? ലിഖിത പ്രകടന ശേഷിയെ എന്ത് ചെയ്യുക? മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. നമുക്ക് എഴുത്ത് കാര്യങ്ങളിൽ എന്താണ്? വളരെ മോശം ശേഷി എന്ത് ചെയ്യുന്നു? വളർത്തുന്നു. കൈയക്ഷരം, സ്പെല്ലിങ്, ആശയങ്ങൾ രൂപീകരിച്ച് എഴുതുക എന്നിവയിൽ എന്ത് ചെയ്യുക? പ്രയാസം അനുഭവപ്പെടുന്നു. കൈയക്ഷരവും സ്പെല്ലിങ്ങിലും ഒക്കെ എന്ത് ചെയ്യുന്നു? മോശമായ അല്ലെങ്കിൽ എന്താണ്? എഴുതാൻ പ്രയാസം അനുഭവപ്പെടുന്നു. അക്ഷരങ്ങൾ, വാക്കുകൾ എന്നിവ എന്ത് ചെയ്യുന്നു? വിട്ടുപോവുകയോ കൂട്ടിച്ചേരുകയോ ചെയ്യുന്നു. അക്ഷരങ്ങൾ, വാക്കുകൾ വിട്ടുപോവുകയോ കൂടിച്ചേരുകയോ ചെയ്യുന്നു. എഴുത്തിൽ വൃത്തിയും വെടുപ്പും ഇല്ലാതിരിക്കുന്നു. ഇതും വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്. ഡിസ്ഗ്രാഫിയവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സാവകാശം എഴുതുന്നു. അപ്പം ഇതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ കാര്യം എന്താണ്? ഇപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇതിപ്പോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ വായനാ വൈകല്യം അല്ലെങ്കിൽ ലേഖന വൈകല്യം, ഇത് നേരിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കും. ഇപ്പം BSc അങ്ങനെയല്ല. ഇപ്പം ആൻസർ തന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന രീതിയാണ്
കൂടുതലും പല ക്വസ്റ്റ്യൻസിലും എന്ത് ചെയ്യുന്നു നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നോക്കുന്ന ഏതാണ്? ഗണിത വൈകല്യമാണ്. ഗണിത വൈകല്യം എന്ന് വെച്ചാൽ ഡിസ്കാൽക്യുലാണ്. അതിലെന്താണ് മാത്തമാറ്റിക്കൽ ഡിസോർഡർ എന്ന പേരിൽ അറിയപ്പെടും. അപ്പം അത് ലക്ഷണങ്ങളായി നമുക്ക് കണക്കാക്കപ്പെടുന്നത് പൊതുവെ എന്താണ് അക്കങ്ങളും സംഖ്യകളും എഴുതുന്നതിൽ അതുപോലെ തന്നെ കണക്ക് കൂട്ടുന്നതിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. ഇതും എന്താണ് ഡിസ്കാൽക്യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗണിത പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ഉത്തരങ്ങൾ കണ്ടെത്തുക, ഗണിത വസ്തുക്കൾ ഓർമ്മിക്കുക, സമയം, പണം എന്നിവ സംബന്ധിച്ചുള്ള കണക്കുകൾ ചെയ്യുക തുടങ്ങിയ ശേഷികളെയൊക്കെ എന്ത് ചെയ്യുന്നത് പ്രതികൂലമായി ബാധിക്കും. നമുക്ക് എന്താണ് പെട്ടെന്ന് കണക്ക് അല്ലെങ്കിൽ എന്താണ് പൈസ കൂട്ടുന്നു, അപ്പം പൈസ കൂട്ടുമ്പോൾ എത്രയാണ് ഇത് നമ്മൾ കൂട്ടിയത് എന്ന തരത്തിലുള്ള നമുക്ക് ഒരു തെറ്റിദ്ധാരണയൊക്കെ നമ്മളെ മനസ്സിൽ ഉണ്ടാവും. അത് ഇതുമായി എന്ത് ചെയ്യുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് സംഖ്യാബോധം, സ്ഥാനവില എന്നിവയിൽ എന്താണ് വ്യക്തമായ ഒരു വ്യക്തത നമുക്ക് ഉണ്ടായിരിക്കില്ല. നമുക്കെന്താണ് ഇപ്പം ചിലപ്പോൾ 3 സംഖ്യ അല്ലെങ്കിൽ ഒരു 3 അക്ക സംഖ്യയായിരിക്കും തന്നിരിക്കുന്നത് 100, നമ്മളെന്താ അല്ലെങ്കിൽ എന്താണ് 1000 ആയിരിക്കും തന്നിരിക്കുന്നത്. നമ്മളത് വായിക്കുന്നത് എത്രയായിരിക്കും? ചിലപ്പോൾ 100 ആയിട്ടായിരിക്കും. 10,000 നമ്മൾ വായിക്കുന്നത് എത്രയായിട്ടായിരിക്കും? 1000 ആയിട്ടായിരിക്കും വായിക്കുന്നത്. അങ്ങനെ എന്താണ് സ്ഥാനവില അതിലേക്ക് എന്താണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അക്കങ്ങൾ തിരിഞ്ഞു പോവുക. ഉദാഹരണം എന്താണ് 6-നെ എന്ത് ആയി തോന്നും? 9 ആയി നമ്മൾ വായിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ 2-നെ എന്തെന്ന് വായിക്കും? ചിലപ്പം 5 എന്ന് വായിക്കും. ഇങ്ങനെ എന്താണ് അക്ഷരങ്ങൾ നമുക്ക് പരസ്പരം മാറിപ്പോകുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഇതൊരു ഡിസ്കാൽക്യുമായി ബന്ധപ്പെട്ട ഒരു ഭാഷാ വൈകല്യമാണ്. അടുത്ത ഏതാണ്? സംസാര ഭാഷ അപഗ്രഥന വൈകല്യം. അല്ലെങ്കിൽ എന്താണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ. സംസാര ഭാഷ അപഗ്രഥന വൈകല്യം, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ. പൊതുവെ എന്താണ് ഈ 3 നമ്മൾ ആദ്യം പറഞ്ഞ 3 പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത്. ഒരു മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ 3 കാര്യങ്ങളും. അതുപോലെ തന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ശബ്ദങ്ങളെ അർത്ഥമുള്ള വാക്കുകളായി ഭാഷകളായി തിരിച്ചറിഞ്ഞ് അപഗ്രഥിക്കുവാനുള്ള കഴിവില്ലായ്മ, സംസാരം ഉൾപ്പെടെയുള്ള ആശയവിനിമയത്തിനും തകരാർ സംഭവിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ എന്താണ് ഭാഷാ സ്വീകരണത്തിനും പ്രകടനത്തിലും ബുദ്ധിമുട്ട്, ഉചിതമായ വാക്കുകൾ ഉച്ചരിക്കാൻ കിട്ടുന്നില്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു, മുൻകൂട്ടി കണ്ടെത്തിയ ഉചിതമായ അനുരൂപീകരണ പഠന പരിശീലനങ്ങളിലൂടെ ഈ വൈകല്യത്തിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പം നമുക്ക് പൊതുവെ എന്താണ് സംസാര ഭാഷ അപഗ്രഥനം എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ശബ്ദങ്ങളെ പ്രധാനമായും അർത്ഥമുള്ള വാക്കുകളായി ഭാഷയെ തിരിച്ചറിഞ്ഞ് നമുക്കെന്താണ് ഗ്രഹിക്കാനുള്ള വൈകല്യക്കുറവാണ് ഇത്. നമുക്കെന്താണ് ഒരു വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള വാക്കാണ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാതിരിക്കാനുള്ള അത് ഒരു പരിമിതിയാണ്. അപ്പോൾ അത് നമുക്ക് പല മുൻകൂട്ടി കണ്ടെത്തി ഉചിതമായ അനുരൂപീകരണ പഠന പരിശീലനങ്ങളിലൂടെയൊക്കെ ഈ വൈകല്യത്തിൻ്റെ തീവ്രത പൊതുവെ കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നമുക്ക് കുട്ടികളുടെ ഈ പരിമിതികൾ മറികടിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം നോക്കാം. പഠന പരിമിതിയുള്ള കുട്ടികളെ വ്യക്തിഗതം കാണാതെ പരിഗണിക്കുക. അവരെ ഒരു വേർതിരിവും കാണാം. ഇപ്പോൾ പൊതുവെ അധ്യാപകർ ഇത്തരം വിദ്യാർത്ഥികളോട് ചിലപ്പം കാർക്കശ്യമായ നിലപാടൊക്കെ സ്വീകരിക്കുക. അതൊക്കെ ഒഴിവാക്കുക. കുട്ടികൾക്ക് പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള അന്തരീക്ഷം ഒരുക്കുക. പലപ്പോഴും കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പറയാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നത് ഒരു പൊതുവായൊരു കാര്യമാണ്. അധ്യാപകർ ക്ഷമാശീലരും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിരിക്കണം. പലപ്പോഴും ഒരു നല്ലൊരു അധ്യാപകരെ സംബന്ധിച്ച് ഇല്ലാത്തൊരു കാര്യമാണിത് വിട്ടുവീഴ്ച മനോഭാവം അല്ലെങ്കിൽ ക്ഷമാശീലം. ഇതെല്ലാം ഒരു അധ്യാപകർക്ക് ഉണ്ടാവേണ്ട ഇത്തരം പരിമിതിയുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകൻ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട മനോഭാവമാണ്. അതുപോലെ തന്നെ പരിമിതികളുള്ള കുട്ടികളുടെ ആത്മാഭിമാനം എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ ആത്മാഭിമാനത്തിന് നമ്മൾ ക്ഷതമേൽപ്പിക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വളരെ ഒരു
പൊതു ക്ലാസ് വെച്ച് അല്ലെങ്കിൽ എന്താണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയുടെ ഒരു ആത്മാഭിമാനത്തിന് എന്ത് ചെയ്യുക ക്ഷതമേൽപ്പിക്കുക എന്ന് വെച്ചാൽ വളരെ എന്താണ് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള ഒരു കാര്യമാണ്. ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു അധ്യാപക എല്ലാ കാലത്തും എന്ത് ചെയ്യും മനസ്സിൽ ഓർമ്മ കാണും. അപ്പോൾ ആ കുട്ടിയും അത്തരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടിയും ആ ഒരു മനോഭാവത്തിലോട്ട് തിരിയാനുള്ള സാഹചര്യം ഉണ്ടാവാൻ വഴിയുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഭാഷാ ലാബുകളുടെ സഹായം ലഭ്യമാക്കുക. നമുക്കെന്താണ് ഇത്തരം പരിമിതിയുള്ള കുട്ടികളെ ഉച്ചാരണ ശേഷിയായാലും അതുപോലെ തന്നെ സംസാരശേഷിയായാലും എഴുത്ത് രീതിയായാലും അതുപോലെ തന്നെ കണക്ക് കൂട്ടുന്നതിലുള്ള പരിമിതി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുക ചിട്ടയായ പരിശീലനങ്ങളിലൂടെ ലാബ് സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ചിട്ടയായ പരിശീലനങ്ങളുടെ പരിമിതികളുടെ മറികടക്കാൻ അധ്യാപകർ അവർക്ക് കൈത്താങ്ങായി എന്ത് ചെയ്യുക പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പം ഈ ഒരു പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ എന്താണ് ഒരു അധ്യാപക ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത് ഈ കൈത്താങ് അല്ലെങ്കിൽ എന്താണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അപ്പം ഇത് കൈത്താങ് പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് ഒരു പരിമിതിയുള്ള അല്ലെങ്കിൽ എന്താണ് പല രീതിയിലുള്ള പരിമിതിയുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നൽകേണ്ടതായതറിയുന്നതിലുള്ള ഘടകം ഏതെന്ന് പറഞ്ഞ് ഓപ്ഷൻ പ്രകാരം പലപ്പോഴും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ കാറ്ററ്റിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമ്മളൊന്നും നോക്കേണ്ട എന്താണ് സ്കഫോൾഡിങ് ആണ് അല്ലെങ്കിൽ എന്താണ് കൈത്തോണം. ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും തന്നിരിക്കുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക വളരെ വ്യക്തമായിട്ട് എഴുതേണ്ടതാണ്. അടുത്തെന്താണ് പഠന പരിമിതിയുള്ള കുട്ടികളെ തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ ഇത്തരം പരിമിതികളുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം. കുട്ടി എല്ലാ ദിവസവും ചെയ്യേണ്ട കൊച്ചു കാര്യങ്ങളിൽ വേണ്ടത്ര എന്ത് ചെയ്യുക ശ്രദ്ധിക്കാതിരിക്കുക. അപ്പം കുട്ടി എല്ലാ ദിവസവും ചെയ്യേണ്ട കൊച്ചു കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാം സഹായിക്കും എന്നൊരു മനോഭാവം ഉണ്ടാവും. അപ്പം നമ്മൾ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് എന്ത് ചെയ്യുക ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്ന വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരുടെ നിർബന്ധവുമില്ലാതെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല സ്വയം ചെയ്യാതിരിക്കുക. ആരുടെ നിർബന്ധമില്ലാതെ എന്ത് ചെയ്യുക ഒന്നും സ്വയം ചെയ്യാതിരിക്കുക. ഇതും അവരെന്ത് ചെയ്യുക തിരിച്ചറിയാൻ പറ്റുന്ന മാർഗങ്ങൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു മാർഗമാണ് അല്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുക സ്വയം ഓർക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം പരിമിതിയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു ഹോംവർക്ക് ചെയ്യുക. അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ എന്ത് ചെയ്യില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഓർക്കാതിരിക്കും. സ്വന്തം നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ വരിക. ചിലപ്പോൾ അവർക്ക് പഠന രീതിയിൽ നല്ല കഴിവ് കാണും, പക്ഷെ അവർക്ക് എന്തായിരിക്കും നല്ലൊരു പ്രസൻറ്റേഷൻ സ്കില്ല് കാണൂല. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൈത്താങ്ങ് നൽകി അവരെയും കൂടെ എന്ത് ചെയ്യാം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരമായി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവെ കാണുന്നതാണ്. നമുക്ക് അത്തരം 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഇതിലൂടെ നോക്കാവുന്നതാണ്. അപ്പം നമ്മൾ നോക്കാവുന്ന ആദ്യ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ 2022 NCA വേക്കൻസിക്ക് അധിക കാലമൊന്നും ആയില്ല 2022 NCA വേക്കൻസിക്ക് ചോദിച്ചതാണ്. അത് മാത്രമല്ല കാറ്ററ്റിന് ഇതും സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പം ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഭാഷ ശരിയായി ഉപയോഗിക്കുന്നത്. ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ എന്താണ് ഭാഷ ശരിയായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അത് ഡിസ്ഗ്രാഫിയ എന്തിനെ എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നു. ഇത് ICDS സൂപ്പർവൈസർ 2020 ICDS ആകുമ്പോൾ എന്താണ് അങ്കണവാടി കുട്ടികൾക്കൊക്കെ എന്താണ് ഉള്ളതാണ്. അതുപോലെ ഈ MSW കാര്യങ്ങളൊക്കെ ഉള്ളവർ എഴുതുന്നതാണ്. അത് പ്രൈമറിക്ക് തുല്യമായ ഒരു ചെറിയൊരു തസ്തികയാണ്. അപ്പം അതിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഡിസ്ഗ്രാഫിയ എന്തിനെ എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നു. എഴുതുന്നതുമായി ബന്ധപ്പെട്ട വൈകല്യം. അപ്പം എഴുതുന്നതുമായി ബന്ധപ്പെട്ട വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. അപ്പം വളരെ എളുപ്പമുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഡിസ്ഗ്രാഫിയ അതുപോലെ തന്നെ ഏതാണ് അടുത്ത് പറഞ്ഞെന്താണ് സംസാര ഭാഷ അപഗ്രഥന വൈകല്യം അതുപോലെ ഡിസ്കാൽക്യുയ. ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്തു ഇതിനോടൊപ്പം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 3 സ്ഥിരമായി കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക
ഉറപ്പിച്ച് വയ്ക്കുക. വലിയ പാടൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് വായിച്ച് അല്ലെങ്കിൽ ഒന്ന് കേട്ട് വിട്ടാൽ മതി, നിങ്ങളുടെ മനസ്സിലിരിക്കും. അപ്പോൾ നമുക്ക് തുടർന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് LP യുമായി UP യുമായി ബന്ധപ്പെട്ട വിജ്ഞാനപരമായ നമുക്ക് വീണ്ടും ക്ലാസ്സുകളൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടർന്നും വീണ്ടും വീഡിയോസായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.